പറഞ്ഞിട്ടുണ്ട്. അത് ഇമാം റാസി പറഞ്ഞ തഫ്സീറുകളാണ്. എന്നാൽ ആ കൂട്ടത്തിൽ ഹൗദുൽ കൗസർ എന്നും തഫ്സീറുണ്ട്. അത് തേനിനേക്കാൾ മധുരമാണ്, പാലിനേക്കാൾ വെളുപ്പാണ്, സർവ്വ വിഷയത്തിലും വളരെ നല്ലതാണ്. ആ ഹൗദുൽ കൗസറിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സുന്ദരമായ മുഖവുമായി പുഞ്ചിരിച്ചു നിന്ന് അനുയായികൾക്ക് ഹൗദിൽ നിന്ന് വെള്ളം കൊടുക്കുമ്പോ അതാ ചെറുപ്പക്കാരാ, നിന്റെ തൊട്ടടുത്ത് നിന്ന് വയത് കേട്ടവൻ, നിന്റെ തൊട്ടടുത്ത കട്ടിലിൽ കിടന്നവൻ, നിന്റെ കൂടെ ഇരുന്ന് ബെഞ്ചിൽ സ്കൂളിലും മദ്രസയിലും പഠിച്ചവൻ, നിന്റെ കൂടെ പ്രവർത്തിച്ചവൻ നബിതങ്ങളെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുമ്പോ നീ ദുഷിച്ച കൂട്ടുകെട്ടുമായി പോയിട്ട് മദ്യപാനത്തിലെത്തിയാൽ പടച്ച റബ്ബേ, ഞങ്ങളെ സന്താന പരമ്പരകളിൽ ഒരാളെയും ഞങ്ങളെ ശിഷ്യ പരമ്പരകളിൽ ഒരാളെയും ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവരിൽ ആരെയും നീ മദ്യപാനികളാക്കരുതേ അല്ലാ. അബൂജഹലിന്റെ ചലം കുടിക്കുന്നവരിൽ പെടുത്തരുതേ അല്ലാ. അല്ലാ, ദുർബല നിമിഷത്തിൽ അറിവ് കേടുകൊണ്ടോ ചിന്തക്കുറവ് കൊണ്ടോ ശൈത്താൻ വഞ്ചിച്ചിട്ടോ തടിഹവക്ക് വഴിപ്പെട്ടിട്ടോ ദുഷിച്ച കൂട്ടുകാര് പോയി പെടുത്തിയിട്ടോ വല്ലപ്പോഴും മദ്യപിച്ചവര് ഞങ്ങളെ സദസ്സിലുണ്ടെങ്കിൽ ഈ പാവപ്പെട്ടവന്റെ ഭംഗി കാണാൻ വന്നതല്ല ഈ യുവാക്കൾ, ഈ പാവപ്പെട്ടവന്റെ പാട്ട് കേൾക്കാൻ വന്നതല്ല ഈ യുവാക്കൾ, അവര് നിന്റെ ദീന് കേൾക്കാൻ വന്ന യുവാക്കൾ. അവർ ഈമാനുണ്ട് ദുർബല നിമിഷത്തിൽ വല്ലപ്പോഴും വല്ല തെറ്റും അവരിൽ വന്നെങ്കിൽ, ഞങ്ങളിൽ വന്നെങ്കിൽ, മുസ്ലിം ഉമ്മത്തിൽ ആരോടെങ്കിലും തെറ്റ് ചെയ്തു പോയെങ്കിൽ നിന്റെ ഹബീബായ നബിയുടെ ആ നബിയുടെ ഉമ്മത്തുകൾ എന്ന നിലക്ക് അവിടുത്തെ മഹത്വം കണക്കിലെടുത്ത് മാപ്പാക്കണേ റഹ്മാനേ. ആരെയും നീ അച്ചലം കുടിപ്പിക്കരുതേ റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, ആ ഹൗദുൽ കൗസറിൽ നിന്ന് സ്നേഹിതന്മാര് വെള്ളം വാങ്ങി കുടിക്കുമ്പോ നമുക്ക് ആ ചലം കുടിക്കാൻ പറ്റുമോ? അബൂജഹലിന്റെ ചലം കുടിക്കാൻ പറ്റുമോ? ജീവിതത്തിൽ വന്ന തെറ്റുകളൊക്കെ റിക്കാർഡായി പോയിട്ടുണ്ട്. അത് ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട്, മയച്ചു കളയേണ്ടതുണ്ട്. അതിന് റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് ഇനിമേലിൽ ഞാനൊരു തെറ്റും ചെയ്യില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് ചെയ്യുന്ന തെറ്റുകളങ്ങ് നിർത്തിവെച്ചിട്ട് പടച്ച റബ്ബിനോട് താണുകേട് മാപ്പ് പറഞ്ഞാൽ റബ്ബ് ഭീകരനല്ല, റബ്ബ് അക്രമിയല്ല, റബ്ബ് ക്രൂരനല്ല. നമ്മളെ റബ്ബ് അർഹമുർറാഹിമീനായ റബ്ബാണ്, കാരുണ്യം ജ്വലിക്കുന്ന റബ്ബാണ്. അവന്റെ കാരുണ്യം വലിയ കാരുണ്യമാണ്. അവനെ തന്നെയല്ലേ സ്നേഹിക്കേണ്ടത്. ഒരു നന്മ ചെയ്താൽ 10 പ്രതിഫലമാണ്, ഒരു പ്രസംഗത്തിന് 10 പ്രതിഫലം റബ്ബിന്റെ അടുക്കലാണ്. പക്ഷേ പണം പ്രതീക്ഷിച്ചിട്ടല്ല പ്രസംഗിക്കേണ്ടത്, റബ്ബിന്റെ പൊരുത്തം കരുതിയാണ്. നിങ്ങൾ ഒരു സദസ്സിൽ പങ്കെടുത്താൽ 10 സദസ്സിന്റെ പുണ്യമാണ്. ഒരു സുബ്ഹാനല്ലാഹ്ക്ക് 10 സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലമാണ്. റബ്ബിന്റെ കാരുണ്യമല്ലേ. അതേ സമയത്ത് ഒരു ഹറാമ് ചെയ്താൽ ഒരു ഹറാമിന് 10 ഹറാമിന്റെ ശിക്ഷയില്ല, തെറ്റില്ല. ഒറ്റ ഹറാമിന്റെ തെറ്റേ ഉള്ളൂ. റബ്ബിന്റെ കാരുണ്യമല്ലേ. ആ റബ്ബ് തന്ന കണ്ണുകൊണ്ട് ഹറാമ് നോക്കിയില്ലേ, കാതുകൊണ്ട് ഹറാമ് കേട്ടില്ലേ, കൈകൊണ്ട് ഹറാമ് പിടിച്ചില്ലേ, കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നില്ലേ. എന്നിട്ടോ അവൻ കണ്ണിന്റെ കാഴ്ച പിൻവലിച്ചില്ല, കാതിന്റെ കേൾവി പിൻവലിച്ചില്ല, കയ്യിന്റെ ശക്തി കുറച്ചില്ല, പണം ഹറാമിൽ ചെലവഴിച്ചിട്ട് പണത്തിന്റെ വർധനവ് കുറച്ചില്ല. എന്തേ കാരണം? അവൻ അറിയാഞ്ഞിട്ടല്ല, കഴിവില്ലാഞ്ഞിട്ടല്ല, കാണാഞ്ഞിട്ടല്ല, കേൾക്കാഞ്ഞിട്ടല്ല. അവന്റെ കാരുണ്യമാണ്. ഇനിയെങ്കിലും ഒന്ന് നന്നാകൂ, ഇനിയെങ്കിലും ഒന്ന് തൗബ ചെയ്യോ, ഇനിയെങ്കിലും നിനക്ക് നന്നാകാൻ ചാൻസ് നൽകുകയാണ്. എന്നിട്ട് അവൻ നമ്മളോട് പറയാൻ പറഞ്ഞ വാക്കൊന്ന് കേൾക്കൂ. ഓ ഹബീബായ നബിയേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നബിയേ, തെറ്റ് ചെയ്തു പോയ അടിമകളെ വിളിക്കൂ, എന്നിട്ട് അവരോട് പറയൂ, നിങ്ങൾ അല്ലാഹ്